ശ്ലോകം 6. എപ്പോഴാണോ അച്ഛൻ്റെ തല കാശി രാജ്യത്ത് കൊട്ടാരത്തിന് മുമ്പിൽ വന്ന് വീണത് സുദർശനൻ ഞെട്ടിപ്പോയി. കാശിരാജാവിൻ്റെ മകൻ സുദക്ഷിണൻ. കാശീശ്വരസ്യ തനയോധ സുദക്ഷിണാഖ്യ. സുദക്ഷിണൻ എന്നു പേരായ അവൻ അച്ഛനെ ആരെ കൊന്നറിയില്ല. എന്തായാലും തല കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വന്ന് വീണു. ആരായാലും ശരി ഞാൻ അവനെ കൊന്നിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യാണ്. ആരായാലും ഞാൻ അവനെ കൊന്നിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത് ശക്തി ആർജിക്കാൻ വേണ്ടി ശിവനെ പൂജിച്ചു. സർവം പ്രപൂജ്യ ശിവനെ പൂജിച്ചു. ഇതിനു വേണ്ടി ഭവതേ വിഹിതാഭിചാര, ഭഗവാന് ആഭിചാരമന്ത്രം. ഇതാണ് നശിക്കാൻ വേണ്ടിയുള്ളതായ മന്ത്രങ്ങളാണ്. കൃത്യകളെയും മറ്റും സൃഷ്ടിച്ച് നശിപ്പിക്കാൻ വേണ്ടി ശിവനെ പൂജിച്ചു. അവൻ്റെ പൂജയിൽ ശിവൻ സന്തുഷ്ടനായി. ശിവൻ പ്രത്യക്ഷനായി. ശിവൻ പറഞ്ഞു, അബ്രഹ്മണ്യന്മാരിൽ നിനക്ക് പ്രയോഗിച്ചാൽ ഫലമുണ്ടാവും. അബ്രഹ്മണ്യന്മാർ, ബ്രഹ്മത്തിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്തവർ, ബ്രാഹ്മണരല്ലാത്തവരെ നിർത്തുന്നു. ബ്രാഹ്മണർ എപ്പോഴും ഭഗവാനെക്കുറിച്ച് അറിവുള്ളവരാണ്. ബ്രഹ്മ ജാനാതി ഇതി ബ്രാഹ്മണ. ബ്രഹ്മ ജാനാതി ഇതി ബ്രാഹ്മണ. ബ്രഹ്മത്തെ അറിയുന്നതുകൊണ്ട് ബ്രാഹ്മണൻ. ജാനാതി അറിയുന്നു. അവർ ബ്രഹ്മണ്യന്മാരാണ്. ബ്രഹ്മണ്യന്മാരിൽ നിൻ്റെ ആഭിചാരഹോമം ഫലിക്കില്ല. അതാണ് ശിവൻ പറഞ്ഞത്. ഇത് അബ്രഹ്മണ്യന്മാരിൽ പ്രയോഗിച്ചോളൂ. ഇവിടെ ആരുടെ നേരത്തെ പോണ സുബ്രഹ്മണ്യൻ്റെ നേരിട്ടാണ്. എല്ലാവരും ബ്രാഹ്മണരെ പോലെ ആവണം, സത്ഗുണികളാവണം എന്ന് പറഞ്ഞു നടക്കുന്ന ആ ഭഗവാൻ ബ്രാഹ്മണന്മാരെ ഈശ്വരതുല്യരായി കാണുന്ന ആ ഭഗവാന്റെ നേരിട്ടാണ് ഈ ആഭിചാരഹോമം ചെയ്യാൻ പോകുന്നത്. വിഹിതാഭിചാര. അങ്ങനെ ആഭിചാരഹോമം നടത്തി. കൃത്യ വന്നു. കൃത്യ എന്ന് പറയുന്ന ഒരു അഗ്നിയാണ്. കൃത്യാനലം, കൃത്യയാകുന്ന അഗ്നി ആ ആഭിചാര ഹോമാഗ്നിയിൽ നിന്ന് പുറത്തു വന്നു. കൃത്യയെ സഹായിക്കാൻ വേണ്ടി കൂടെ ഭൂതങ്ങൾ വേണം. പക്ഷെ ഇവിടെ ഭൂതങ്ങൾ വരാൻ മടിച്ചു എന്നാണ് പറയണത്. എന്താ കാരണം? ബാണാസുരൻ്റെ അവിടെ നടന്നതായ യുദ്ധത്തിൽ ഭൂതങ്ങൾ എല്ലാവരും തോറ്റു. അവിടെ വൈഷ്ണവജ്വരമാണ് രക്ഷപ്പെട്ടത്. അപ്പം അതുകൊണ്ട് അവർക്ക് വരാൻ പേടിയുണ്ടായിരുന്നു. കാമഭി ബാണരണാദിഭീതൈർഭൂതൈഹി. ബാണൻ്റെ അവിടെയുള്ള യുദ്ധത്തിൽ തോൽക്കുകയുണ്ടായ കാരണം അത്യന്തം ഭയപ്പെട്ട ഭൂതങ്ങൾ വരാൻ മടിച്ചു. പക്ഷേ അവരെ അവരുടെ നല്ല വാക്ക് പറഞ്ഞ് കൂടെ കൊണ്ടുവന്നു. കഥഞ്ജന ഹൃദൈഹി, എങ്ങനെയൊക്കെയോ പറഞ്ഞ് അവരെ കൂടെ കൊണ്ടുവന്നു. സമമഭ്യമുഞ്ചൽ, ഭഗവാന്റെ നേർക്ക്. ഇപ്പോൾ അഭിചാരഹോമത്തിൽ എന്താണോ സങ്കല്പം, ഇന്ന ആളെ നശിപ്പിക്കണമെന്നുള്ള സങ്കല്പം, ആ സങ്കല്പത്തോട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൃത്യ വരുന്നു.
കൃത്യാനലം, കൃത്യയാകുന്ന അഗ്നി വരുന്നു. ആ കൃത്യയാകുന്ന അഗ്നിയെ സഹായിക്കാൻ ഭൂതങ്ങൾ കൂടിയുണ്ടാവും. ഇവരെല്ലാവരും കൂടി ആരെയാണോ നശിപ്പിക്കേണ്ടത് അവർ അവിടേക്ക് പോകും. അവർക്കറിയാം അത്, അവിടേക്ക് പോകും. ഇവിടെ ഭഗവാനെയാണ് നശിപ്പിക്കേണ്ടത്. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ഭൂതൈ കഥഞ്ചന ഹൃദൈ സമമഭ്യമുഞ്ചൽ, അങ്ങനെ ഭൂതങ്ങളുടെ കൂടെ ആ കൃത്യ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയുണ്ടായി. ശ്ലോകം 7. കൃത്യ എങ്ങനെയുണ്ട്? താലപ്രമാണം, പന പോലെ പൊക്കം. ആ കാലുകൾ തന്നെ കാലപ്രമാണ ചരണം. ആ കാലുകൾ പന പോലെ വലുതും തടിച്ചതും. അഖിലം ദഹന്തീം, എന്തെല്ലാം വഴിയിലുണ്ടോ അതിനൊക്കെ കത്തി എരിച്ചുകൊണ്ട്, അതാണ് മുഴുവൻ അഗ്നിയാണ്, അതിനൊക്കെ ദഹിപ്പിച്ചുകൊണ്ട് ആ ദ്വാരകയിലെത്തി. ദ്വാരകാവാസികൾ കൃത്യാംബിലോക്കിയ, കൃത്യയെ കണ്ടു. അവർ ചകിതൈഹി, അവർ ഭയപ്പെട്ടു. അവരെല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് ഓടി. കഥിതോപി പൗരൈഹി, അങ്ങനെ ആ പുരവാസികൾ അനേകം പേര് ഭഗവാന്റെ അടുത്ത് എത്തി. ഭഗവാനോട് പറഞ്ഞു, ഇതാ ഒരു കൃത്യ വരുന്നു, കലാനൽ വരുന്നു, എന്താ ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് ചോദിച്ചു. ഭഗവാനോ ദ്യൂതോത്സവേ, ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് മുഖം പോലും പൊന്തിച്ചില്ല എന്നാണ് പറയണത്. കിമപി നോ ചരിതോ വിഭോത്വം, അല്പം പോലും ഭഗവാൻ ഇളകിയില്ല. എന്തുകൊണ്ട്? ഭഗവാൻ ആരെയും ഭയമില്ല. ഭഗവാനിൽ നിന്ന് അന്യനായിട്ട് ആരുമില്ല. ഉണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ അജ്ഞാനം മാത്രമാണ്. ദ്യൂതോത്സവേ കിമപി നോ ചലിതോ, അല്പം പോലും അവിടുന്ന് ചലിച്ചില്ല, ഇളകിയില്ല. പക്ഷേ പൗരന്മാരെല്ലാവരും പേടിച്ചിരിക്കണു. അപ്പോൾ ഈ സുദർശന ചക്രത്തിനെ അടുത്ത് വെച്ചിട്ടുണ്ട്. പാർശ്വസ്ഥമാശു വിസർജിത കാലചക്രം, തൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ആ കാലചക്രത്തിന് സുദർശനത്തിനോട് ഭഗവാൻ ആംഗ്യം കാണിച്ചു. വിസർജിത അയച്ചു. സുദർശന ചക്രം ഭൂതങ്ങളെയും കൃത്യയെയും നശിപ്പിക്കാനായിട്ട് സമീപിക്കുകയാണ്. ഇവരെ ആദ്യം ഇങ്ങനെ കുറച്ച് ഓട്ടിച്ചു.